ലിറ്റററി ലെൻസിന്റെ 45th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ബുക്ക് റിവ്യൂ പറയാനുള്ളത് സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് ഷാദിയ മറിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന നോവലാണ് ഷാദിയ ഇവിടെ നമുക്ക് പറഞ്ഞുതരാൻ പോണത്. സോ ഐ ഇൻവൈറ്റ് ഷാദിയ ഫോർ ദി പ്രസന്റ്. താങ്ക് യു മുഫീദ. അപ്പോൾ ഞാനിവിടെ ബുക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെയധികം പ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീ ആന മരക്കാരുടെ പൊന്നാര മോളാ. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാണ്. ഈ വരി നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സെന്റൻസ് ആണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കഥാകാരനെ പറ്റിയിട്ട് ചെറുകഥാകൃത്ത്, ആളൊരു നോവലിസ്റ്റ് ആണ്, ചെറുകഥാകൃത്താണ്. അപ്പം ആളെ പറ്റിയിട്ട് അധികം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുവിധം എല്ലാവർക്കും ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് എന്തായാലും അറിയാം. നമ്മളിപ്പോൾ നമ്മളെ കോളേജിലായാലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഓർമ്മദിനം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു ചെറിയ കുട്ടിനോട് ചോദിച്ചാൽ പോലും ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ, എന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടി നമ്മളോട് പറയാണ്ടിരിക്കില്ല. അപ്പം അതിപ്രശസ്തമായിട്ടുള്ള ഒരു ചെറു കഥാകൃത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ. ആളെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്ക് ടെൻത്ത് അതുപോലെ ഞാൻ എയ്ത്തിലൊക്കെ പഠിക്കുമ്പം ഈ ഒരു നോവലിന്റെ ചെറിയൊരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാനിത് വായിച്ചതും അതുപോലെ ഈ ഒരു നോവൽ കംപ്ലീറ്റ് വായിച്ചതും. ഒരു ചെറിയ ബുക്കാണ്, ഒരു 130 പേജേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ് വായിക്കാൻ. നമ്മളിങ്ങനെ വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മടുക്കൂല. അത്രയും നല്ല രസമായിട്ട് വായിക്കാം. അതിമനോഹരമായിട്ട് തന്റെ വരികൾ കൊണ്ടൊരു വിസ്മയം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രചന കൂടിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പം ആളുടെ ജനനം 1908 ജാനുവരി 21 തലയോലപ്പറമ്പ്, വൈക്കത്തെ, കോട്ടയം ജില്ലയിലാണ്. നോവലിസ്റ്റാണ്, ചെറു കഥാകൃത്താണ്, പിന്നെ അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആ ഒരു സമയത്ത് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ട് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ആള് കുറെ നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്മശ്രീ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പിന്നെ ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാർ എന്ന നിലയിലും ആള് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആളെ കുറിച്ചിട്ട് നിങ്ങളോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പൊ എവിടെ ഒരു ബുക്ക് എക്സിബിഷനോ ഒരു ലൈബ്രറി ഡേയോ എന്ത് നടക്കുകയാണെന്നുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബുക്ക് ഇല്ലാത്ത ഒരു ബുക്കിന്റെ സമാഹാരം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നോവൽ എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ സ്വന്തം, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. മരണം ജൂലൈ 5, 1904. അപ്പം ഞാനിപ്പോൾ ഈ ഫസ്റ്റിൽ പറഞ്ഞ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ആനയുടെ കഥ അങ്ങനെയൊന്നല്ല. ഒരു പ്രൗഢിയോട് കൂടിയിട്ട് ഒരു ഫാമിലി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അതായത് നീ ആന മരക്കാരുടെ പൊന്നാര മോളാണ്. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, നല്ല വലിയൊരു കൊമ്പനാന. ഇത് നമ്മുടെ ഇനിയിപ്പോ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രമാണ് കുഞ്ഞി പാത്തുമ്മ. അപ്പൊ നമ്മൾ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, അതിലെ കേന്ദ്ര കഥാപാത്രമാണ് പാത്തുമ്മ എന്ന് പറയുന്നത്. ബഷീറിന്റെ ബഷീറിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ ഈ സിസ്റ്റർ ബഷീറിന്റെ ആ ഒരു ആ ഫാമിലിയിൽ ബഷീറിന്റെ ഓരോ സിബ്ലിങ്സിനെ കുറിച്ചിട്ടും ആളിങ്ങനെ ഊന്നി ഊന്നി പറയുന്നുണ്ട്. അപ്പൊ അതിലൊരാളാണ് പാത്തുമ്മ. അപ്പൊ പാത്തുമ്മ എപ്പോഴും ഫാമിലിയുമായിട്ടൊരു തല്ലോ വഴക്കോ എന്തുണ്ടായി കഴിഞ്ഞാലും അപ്പൊ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ആട് പെറ്റ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാന്ന്. അതുപോലെ ആ ഒരു മുസ്ലിം പശ്ചാത്തലം, അതായത് മുസ്ലിം ലാംഗ്വേജ്, മുസ്ലിം കൾച്ചർ, അവിടെ എങ്ങനെയാണോ ആള് സിസ്റ്ററിനെ കുറിച്ചിട്ട് ആവിഷ്കരിച്ചിരുന്നത് അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്, അതേപോലത്തെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് ഇവിടെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഇത്ര കേന്ദ്ര കഥാപാത്രമായുള്ള കുഞ്ഞി പാത്തുമ്മയാണ്. കുഞ്ഞി പാത്തുമ്മയുടെ 13 വയസ്സ് മുതൽ 21ാമത്തെ വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, ആളുടെ ചെറുപ്രായത്തിൽ നിന്നും കല്യാണത്തിന്റെ ആ ഒരു ഏജിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അഗാധം, അതായത്
കല്യാണത്തിന് വിസമ്മതിക്കുന്ന ഒരു കാര്യവും പിന്നെ അതുപോലെ തന്നെ ആ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആൾ അനുഭവിക്കേണ്ട ആ ഒരു 21ാമത്തെ വയസ്സിൽ അതിക്രൂരമായ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഇളം പ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞി പാത്തുമ്മയുടെ ഈ ഒരു ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ബുക്കിൽ. അപ്പൊ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞി പാത്തുമ്മയുടെ ഉമ്മയുടെ പേരാണ് കുഞ്ഞി താച്ചുമ്മ. പിന്നെ അതുപോലെ തന്നെ ഉപ്പാന്റെ പേര് അടിമ മരക്കാർ എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുഞ്ഞി പാത്തുമ്മയുടെ ഉമ്മ എപ്പോഴും പ്രൗഢിയോടെ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. കാരണം ആളിങ്ങനെ ചെറുപ്പം മുതലേ ഈ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു 9 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് കുഞ്ഞി പാത്തുമ്മ ഒരു സമ്പന്ന ഫാമിലിയിലാണ് ജനിച്ചത്. ആളെണീക്കുന്നു, അതുപോലെ അന്ന് ഒരു മുസ്ലിം നമുക്കൊക്കെ അറിയുന്നുണ്ടാവും മുസ്ലിം ആയിട്ട് നമ്മൾ മുന്നേ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു ആണുങ്ങളെ കണ്ടാൽ സംസാരിക്കാനോ അവരേറ്റ് കുശലം പറയാനോ അല്ലെങ്കിൽ ഒന്നും പാടില്ല. പിന്നെ അതുപോലെ വിദ്യാഭ്യാസം, സ്ത്രീകൾ ഒരിക്കലും വിദ്യാഭ്യാസം നേടാൻ പാടില്ല, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്ത്രീകൾ കാഫിര്യങ്ങളാണ് എന്നൊക്കെയാണ് അന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു നടന്നിരുന്നത്. അപ്പം ഇതൊക്കെ ഉമ്മയും ഉപ്പയും ഈ കുട്ടീനെ ഇങ്ങനെ മോൾഡ് ചെയ്തിട്ട് എപ്പോഴും ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടിക്കും എന്താണ് വിദ്യാഭ്യാസം നേടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, ഉമ്മ ഇപ്പൊ എന്താണോ പറയുന്നത് അതാണ് എപ്പോഴും സത്യം, അല്ലാണ്ട് വേറെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാനേ പാടില്ല എന്നിങ്ങനെ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടി ഇതെങ്ങനെ കണ്ടുപഠിക്കേണ്ട, കുട്ടിക്ക് എന്താ പഠിക്കാൻ പോകണമെന്നുണ്ട്, അതുപോലെ പുറത്തിറങ്ങണം എന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറ്റൂല, കാരണം ഉമ്മ ഇപ്പൊ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഈ കുട്ടി ചെയ്യുക. അപ്പം ആളുടെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെയെന്ന് വെച്ചാൽ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് വെച്ചാൽ എണീക്കുക, രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് പുറത്തിറങ്ങാനൊന്നും പാടില്ല. പുറത്തിറങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, കിളിയുമായിട്ട് കുശലം പറയാന്, അതുപോലെ പുല്ലിൽ കളിക്കാനൊക്കെ. അത് ബഷീർ അതിമനോഹരമായിട്ട് നമുക്ക് വർണ്ണിച്ച് കാണിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസവും പല പല കിനാവുകൾ കണ്ടിട്ടാണ് ഈ കുട്ടി എണീക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമിച്ചിട്ടാണ് കുട്ടി ഉറങ്ങുന്നത്. അപ്പൊ രാവിലെ എണീക്കുക, പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാനായിട്ടും ഉപ്പാനായിട്ടും മാത്രമേ കുട്ടിക്ക് ഒരു ആശയ ദാരിദ്ര്യം അവിടെ നന്നായിട്ട് നിലനിന്നിരുന്നു. ഉപ്പാനായിട്ടും മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഉറങ്ങുക. അപ്പം ഇതിൽ തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഉമ്മയും മോളും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻസ് ഒക്കെ നല്ല രസം. അതിങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുളിച്ചാൻ പോവുക, പഠിച്ചാൻ പോവുക, പിന്നെ അന്റെ ഓന്റെ ഇന്റെ, പിന്നെ അതുപോലെ അവിടുത്തെ ലാംഗ്വേജ് തന്നെ നമുക്കിങ്ങനെ വായിച്ചാൽ ഭയങ്കര ഫണ്ണിയാണ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് വായിക്കും. അങ്ങനെയാണ് അവരുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പം പണ്ടത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഇങ്ങനെയാണ്, നമ്മുടെ മതത്തിൽ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആരൊക്കെയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കൾച്ചറിലൂടെ ഇങ്ങനെ നടക്കണം. അപ്പം ബഷീർ എന്താ പറയുന്നത്, ബഷീർ ഈ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന മതത്തിൽ കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തെറ്റല്ലാന്ന് വരച്ച് കാണിക്കുന്ന ഒരു മനോഹരമായ നോവൽ കൂടിയിട്ടാണ് എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു കൃതി. അപ്പം ഇതിൽ കുട്ടിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. കുട്ടിയുടെ ലൈഫൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴൊക്കെ ഓരോ സ്വപ്നം കണ്ടിട്ടും ആ ഒരു സ്വപ്നം വിഫലീകരിച്ചിട്ടാണ് ആള് ഉറങ്ങുന്നത് എണീക്കുന്നതും ഒക്കെ. അപ്പം ഇതിൽ തന്നെ പിന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു സ്വത്ത് തർക്കം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് അടിമ മരക്കാർ എന്ന് പറയുന്ന അതിസമ്പന്നമായിട്ടുള്ള കുട്ടിയുടെ ഉപ്പയുടെ ഫാമിലിയും ഇവരും തമ്മിൽ ഒരു സ്വത്തിന്റെ തർക്കം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉള്ളതെല്ലാം വിറ്റ്, കാരണം ഈ കേസിൽ തോറ്റു കഴിഞ്ഞാൽ വലിയ നാണക്കേടാണ്. അപ്പൊ ഉള്ളതെല്ലാം വിറ്റ് എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് കേസ് നടത്തി ലാസ്റ്റ് ഈ കേസിൽ തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു വല്ലാത്തൊരു അഗാധം പോലെയാണ് ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഫീൽ ചെയ്യുക. അങ്ങനെ ആകെ ഈ ആനയുടെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു ആനയുടെ ചിത്രമുള്ള ഒരു മെതിയടി മാത്രമാണ്. അവർ പെട്ടെന്ന് ഒരു കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പം ഇവരൊരു ചെറിയ കുടിലായിരിക്കും, ഒരു ഓല മേഞ്ഞ കുടിലിൽ എത്തുകയാണ്. കാരണം കേസൊക്കെ തോറ്റ് ഇവർക്ക് ഒന്നും ഇല്ലാണ്ട് ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ടാണ് ഈ ഒരു ചെറിയ കുടിലുണ്ടാക്കുക. അങ്ങനെ അതിൽക്ക് പെട്ടെന്ന് താമസം മാറും. പിന്നെ അതില് നമ്മുടെ ബഷീർ പറയുന്നത് വെച്ചാൽ തൻ്റെതായ ഭാഷയിൽ അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഉമ്മ ഉപ്പമാർക്കിടയിൽ ഇപ്പൊ സ്നേഹമില്ല, അവരെപ്പോഴും വഴക്കാണ്, വീട്ടിലെപ്പോഴും പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. പിന്നെ ഇവളെ ആദ്യത്തെ ആ ഒരു നോട്ടം ഇവളെ ഭയങ്കരമായിട്ട് ഉമ്മ കൊഞ്ചിച്ച് വളർത്തി, നന്നായിട്ട് നോക്കി വളർത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവളെ അങ്ങനെ നോക്കണില്ല. കാരണം ഇപ്പൊ ഇവൾക്ക്, പക്ഷെ ഇതൊരു അപകടമായിട്ട് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വലിയൊരു അപകടം ആയിട്ടുണ്ട് എങ്കിൽ പോലും കുഞ്ഞി പാത്തുമ്മ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന്
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു പാത്തുമാക്ക് പുറത്തിറങ്ങി നടക്കാം, കിളികളുമായിട്ട് സംസാരിക്കാം, പുല്ലിൽ നടക്കാം. പിന്നെ എപ്പോഴും അവള് ഈ ഉമ്മയെപ്പയും വഴക്കിടുമ്പോ എപ്പോഴും അഭയം പ്രാപിച്ചിരുന്നത് ഒരു ആമ്പൽ പൊയ്കയിൽ ഒരു ആമ്പലൊക്കെ ഉള്ള ഒരു കുളത്തിന്റെ അവിടെയായിരുന്നു. അപ്പം ഇവളിതൊക്കെ നന്നായിട്ട്, കാരണം ഇവളുടെ വീട് ആദ്യം എങ്ങനെയാന്ന് വെച്ചാൽ വലിയൊരു വീടായിരുന്നു, ചുറ്റോറം ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ ഇവൾ ഒരിക്കലും പുറത്തിറങ്ങിയിട്ടുമില്ല, ആരായിട്ടും അധികം അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പം തൊട്ടടുത്ത് വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഇവള് കാണുന്നുണ്ട്. ആളുകൾ പല തരത്തിലാണ്, അവരുടെ കോലം, അവരുടെ സംസാരം, അതൊക്കെ അതിമനോഹരമായിട്ട് ബഷീർ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവളിങ്ങനെ ആമ്പൽ പൊയ്കയുടെ അടുത്ത് നിൽക്കുമ്പം ഒരു കുഞ്ഞി കിളി മുറിവേറ്റിട്ട് താഴേക്ക് വീഴും. അപ്പൊ ആ കിളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവളും അതിന്റെ കൂടെ വീഴുമ്പോൾ ഇവള് തോട്ടിലേക്ക് വീഴാൻ വേണ്ടി പോവും. ആ സമയത്താണ് നമ്മുടെ പ്രധാന നായകന്റെ എൻട്രി വരുന്നത്. നായകൻ വന്നിട്ട് കുഞ്ഞു പാത്തുമ്മാനെ രക്ഷിക്കുകയാണ്. അപ്പൊ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ടീനേജ് ആണല്ലോ, ഒരു 18 ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടീനേജില് കുഞ്ഞു പാത്തുമ്മാക്ക് ഇവൻ ആരാണ്, ഇവനെ പറ്റി കൂടുതൽ കാണണം, അറിയണം, അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഏതൊരു കാലഘട്ടത്തിലായി കഴിഞ്ഞാലും അവിടെ പ്രണയമൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസ് ഒക്കെ അവിടെ എന്തായാലും നിലനിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞു പാത്തുമ്മാക്ക് പിന്നെ ഒരു ഡ്രീമി ലൈഫ് ആയിരുന്നു. എപ്പോ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചോറുന്നുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആരാണ് ഈ ചെക്കൻ, എന്നെ രക്ഷിച്ചത് ആരാണെന്ന് ഇങ്ങനെ അറിയാൻ ഭയങ്കര താല്പര്യമാവും. അങ്ങനെയാണ് ഉമ്മ പറയാ നമുക്ക് പുതിയ നൈബേഴ്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ ആ നൈബറിന്റെ വീട്ടിലൊരു കുട്ടി ഐഷ എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ഇവര് കമ്പനിയാവും. കുഞ്ഞു പാത്തുമ്മ നല്ല കമ്പനിയാവും. അപ്പൊ ആദ്യമൊന്നും കുഞ്ഞു പാത്തുമ്മക്ക് ഈ ഐഷാനെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഐഷ സാരിയാണ്, ബ്ലൗസാണ് ഇട്ടിട്ടുള്ളത്, ചെരുപ്പിടാറുണ്ട്. അപ്പം ഉമ്മ പറയും അവരായിട്ട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല, അവരൊക്കെ കാഫിര്യങ്ങളാണ്. കാഫിര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാം റിലീജിയൻ അനുസരിച്ചിട്ട് മതത്തെ വിശ്വസിക്കാത്ത, അള്ളാനെ എതിർക്കുന്ന ഒരു ടീംസ്. അപ്പൊ അതിനെയാണ് കാഫിര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഫെർദർ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, പക്ഷെ അതിപ്പോ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനാണ് സിംപ്ലി കാഫിര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവരോട് പറയണം അവർ നമ്മളെ മതത്തിൽ പെട്ടതല്ല, അവർക്ക് പഠിച്ചോനെ ഇഷ്ടമല്ല, അവരിതിനെതിരാണ്, അവരായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത്. പക്ഷെ ഉമ്മാനെ നിരസിച്ചിട്ട് ഇവളെ ഇടക്ക് ഈ കുട്ടീനെ കാണാൻ പോകും. അങ്ങനെ ഇവളിൽ നിന്നാണ് അറിഞ്ഞത് ഇവളെ അന്ന് തോട്ടിൽ നിന്ന് രക്ഷിച്ചത് ഇവൾക്ക് ആകെയുള്ള ഒരു ബ്രദറാണ്, ആളുടെ പേര് നിസാർ അഹമ്മദ് എന്നാണെന്നൊക്കെ. അപ്പോൾ അവൾക്ക് കൂടുതൽ ഭയങ്കര സന്തോഷവും. പിന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നിസാർ അഹമ്മദിന്റെ വീട്ടിലേക്ക് ഇവള് പോവാണ്, ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പം ആയിഷ എന്ന് പറയുമ്പം BA വരെ പഠിച്ചതാണ്. അവൾക്ക് എന്തിനും ഏതിനും എന്തുണ്ട്, സംശയങ്ങളും ഉണ്ട്, അതുപോലെ ചോദ്യങ്ങളും ഉണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഇവളിങ്ങനെ ഇവർക്ക് ശോചനാലയം ഇല്ല, അതായത് ബാത്റൂം ഇല്ലാത്ത ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഈ ഒരു കുടിലേക്ക് വന്നപ്പോൾ ബാത്റൂം ഇല്ല. അപ്പൊ ഇവര് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് പറമ്പിലൊക്കെയാണ് കാര്യം സാധിക്കുക. അപ്പൊ ഇതൊക്കെ ഇവളിങ്ങനെ ചോദിക്കും. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയാ, ഇങ്ങനെ അവര് വൃത്തിയുള്ളവരാണ്. അപ്പം ഇവള്, എൻ്റെ ഉപ്പ ഒരു കോളേജ് പ്രൊഫസറാണ്, പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രൗഡിയിലാണ് പറയാം. എനിക്ക് ആകെ ഒരു ഇക്കാക്കയുള്ളൂ, ഇക്കാക്ക് കവിയാണ്, നിസാർ അഹമ്മദ് എന്ന പേരുന്ന്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കുഞ്ഞിപ്പാത്തുമ്മ അങ്ങനെ പറയും, എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. കാരണം ഇവളിങ്ങനെ ഇതൊക്കെ പ്രൗഡിയിലാണ് പറയുമ്പോൾ ഇവൾക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം ഇവള് ഭയങ്കര പ്രൗഡിയിൽ പറയും, എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പം ഇവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഐഷാക്ക് വലിയ കൗതുകം തോന്നില്ല. ഇവളിങ്ങനെ ഒരു പുച്ഛിച്ച് തള്ളുന്ന പോലെ തോന്നിയിട്ട് കുഞ്ഞു പാത്തുമ്മക്ക് ഭയങ്കര സങ്കടമാവും. കാരണം കുഞ്ഞു പാത്തുമ്മ എന്ന് പറയുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആയിട്ടാണ് ബഷീർ ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം ഉറുമ്പ് വന്ന് കടിക്കുക, അതുപോലെ കണ്ണട്ട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതൊക്കെ വന്നിട്ട് കടിച്ചു കഴിഞ്ഞാൽ അതിനെ പോലും കൊല്ലാണ്ട് വിടുന്ന നീ ജീവിച്ചോ കൊല്ലാണ്ട് വിടുന്ന ഒരാളാണ് കുഞ്ഞിപ്പാത്തുമ്മ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇവൾക്ക് എന്തെങ്കിലും ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര, അതുവരെ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവള് മാത്രം അതിനെ പുച്ഛിച്ച് തള്ളുമ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെ ഇരിക്കെ നിസാർ അഹമ്മദിന് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അന്ന് തന്നെ കുഞ്ഞു പാത്തുമ്മാനെ കണ്ടപ്പോൾ നിസാർ അഹമ്മദിന് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ അതിനുശേഷം ഇവളെ പറ്റി കൂടുതൽ അറിഞ്ഞ് ഇവളുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിസാർ അഹമ്മദിന് ഇവളോടുള്ള ഇഷ്ടം കൂടി വരും. പിന്നെ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാവും. അവരുടെ ആ ഒരു സംഗമവും അതുപോലെ തന്നെ അവരുടെ ആ ഇപ്പൊ കണ്ടില്ലെങ്കിലും കണ്ണും തമ്മിൽ കഥ പറഞ്ഞു, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പരസ്പരം കഥകൾ കൈമാറുന്നൊക്കെ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ അന്നത്തെ കാലത്ത് അത് വളരെ മനോഹരമായിട്ട് ബഷീർ തൻ്റെതായ ഭാഷയിൽ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത് വായിക്കാൻ. ആ ഒരു
സംഭവമൊക്കെ വായിക്കാൻ നല്ല രസം. നമ്മള് അതങ്ങോട്ട് വായിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെയാണ്. അപ്പം കുഞ്ഞു പാത്തുമ്മ അങ്ങനെ അവര് പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ 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 ഇരിക്കെ കുഞ്ഞു പാത്തുമ്മക്ക് 21 വയസ്സായി. അപ്പം വീട്ടില് ഇവൾക്ക് 14 വയസ്സ് മുതൽ വീട്ടിലെ ആലോചന തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇവര് ഈ ഒരു കുടിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ഉമ്മ പറയുന്നുണ്ട് മോൾക്ക് നല്ലൊരു ആലോചന നോക്കണ്ടേ എന്നൊക്കെ. അപ്പൊ ഉമ്മയും വാപ്പയും തമ്മിൽ, കാരണം മോളെ അങ്ങനെ ഇങ്ങനെ ആർക്കും കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, നമ്മളുടേതായ ആൾക്കാർ തന്നെ വേണ്ടേ, കാഫിര്യങ്ങളല്ലാത്ത ആൾക്കാർ തന്നെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ മോളെ കെട്ടിച്ചിട്ട് വേണം എനിക്ക് ഹജ്ജിന് പോവാൻ എന്നൊക്കെ ഉമ്മ പറയാറുണ്ട്. അപ്പം അപ്പം പിന്നെ ഇവരിങ്ങനെ ഈ ഒരു കുടിലേക്ക് വന്നപ്പോഴും ഈ പ്രപ്പോസൽസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 14 വയസ്സ് മുതൽ നോക്കി നോക്കി പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം അതിന്റെ ഇടയിൽ ക്രിയേറ്റ് ആവുന്നത്. പിന്നെ അതിനുശേഷം 21 വയസ്സായപ്പം ഇവർക്ക് പാരന്റ്സിന് പേടിയാവും. അങ്ങനെയായിട്ട് ഇവൾക്ക് ഒരു പ്രപ്പോസൽ വരുമ്പം സ്വാഭാവികമായിട്ടും ഇവൾക്ക് ആ ഒരു പ്രപ്പോസലിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇവൾ ആദ്യമായിട്ട് അതിനെ നിരസിക്കുകയാണ്. ഉമ്മയും വാപ്പയും പറഞ്ഞതിന് ആദ്യമായിട്ട് അവളുടെ ലൈഫിൽ ആ ഒരു 21 വയസ്സിൽ ആദ്യമായിട്ട് ഇവര് പറയാണ് എനിക്ക് അതിന് താല്പര്യമില്ലാന്ന്. അപ്പൊ അതിന് എന്റെ മോൾക്ക് ഇതൊക്കെ കിയാമത്ത് നാളിന്റെ അടയാളാണ്. കിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം റിലീജിയനെ സംബന്ധിച്ച് കിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്നാണ്. അപ്പൊ ഈ ഒരു അന്ത്യനാൾ ആവാനായിട്ടുണ്ട്, കിയാമം അടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളൊരു ഇരുട്ടുള്ള റൂമില് പൂട്ടിയിടും. അപ്പൊ അവിടെയാണ് വെളിച്ചത്തിന്, ഞാൻ എട്ടിലൊരു 2015 ആ ഒരു സമയത്തൊക്കെയാണ്, 10th ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനന്ന് 8th പഠിക്കുമ്പോഴാണ്, ഞങ്ങൾ 8th or 9th ഒക്കെ ആയിരിക്കും. ഇപ്പോൾ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഈ ഒരു നോവലിന്റെ ഒരു ചെറിയ ഭാഗം പഠിക്കാണ്ടായിരുന്നു. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഇവളെ പൂട്ടിയിട്ടിട്ട് ഇരുട്ടുള്ള ഒരു റൂമിൽ കംപ്ലീറ്റ് ഒരു 3-4 ദിവസം പൂട്ടിയിട്ടിട്ട് ഷെയ്ത്താൻ കയറുന്നു പറഞ്ഞിട്ട് കുറെ അടിക്കും. ഒരു മുസല്യാർ വന്നിട്ട് ഇവളെ അടിക്കും. അങ്ങനെ നിസാർ അഹമ്മദ് വന്നിട്ട് ഇവളെ രക്ഷിക്കും. അങ്ങനെ രക്ഷിച്ചിട്ട് അപ്പൊ ഇവള് വെളിച്ചം, അതായത് വിൻഡോ ഒക്കെ തുറക്കുമ്പം വെളിച്ചം കാണുമ്പം വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഈ ഒരു നോവൽ വായിച്ചത്. ഇപ്പൊ പിന്നെ അതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടാണ് വായിച്ചത്. അപ്പം അപ്പം ഇവളെ എന്നിട്ട് അങ്ങനെ കൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ സെയ്ത്താൻ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നന്നായിട്ട് അതായത് ഒരു 3-4 ദിവസം ഫുഡൊന്നും കൊടുക്കാതെ അടിക്കുകയാണ്. ഒഴിഞ്ഞു പോ സെയ്ത്താൻ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുകയാണ്. അങ്ങനെ ഈ അടിയൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ഇവള് ലാസ്റ്റ് ഇവളിങ്ങനെ ഞാൻ മരിച്ചാൻ പോണ് ഇങ്ങനെ ബോധമില്ലാണ്ടും കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്നത് ഞാൻ പെട്ടെന്ന്, കാരണം അങ്ങനെയാണ് അടിക്കുന്നത്, അങ്ങനെ എന്തോ ഒഴിഞ്ഞു പോന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വടിയൊക്കെ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അടിക്കുകയാണ്. പക്ഷെ ഒഴിഞ്ഞു പോണില്ല. അപ്പം നിസാർ അഹമ്മദിനും അവരുടെ ഫാമിലിക്കൊക്കെ അതൊക്കെ അറിയാം. പക്ഷെ ഇവളെ കാണുന്നില്ല, കുഞ്ഞി പാത്തുമാനെ കുറെ ദിവസമായിട്ട് കാണുന്നില്ല. വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കുറെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഉണ്ട് കേട്ടാ. ഇവള് ഓരോ ചെടിയുമായിട്ട് സംസാരിക്കുന്നതും പിന്നെ ഇവളുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കുറെ ഉണ്ട്. ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടാവില്ല. അങ്ങനെ ലാസ്റ്റ് ഇവള് സൗണ്ടിൽ കരയുന്നതും ഭയങ്കര സൗണ്ടൊക്കെ കേട്ടിട്ട്, ഇവള് കരയുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് നിസാർ അഹമ്മദിന്റെ ഉപ്പാക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ട് ഉപ്പ വന്നിട്ട് ഇവളെ എടുക്കുകയാണ്. അങ്ങനെ ഇവളെ എടുത്തിട്ട് രക്ഷിച്ചിട്ട് പോകുമ്പോൾ വാതിലൊക്കെ തുറക്കും. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഇരുട്ടുള്ള ഒരു റൂമിൽ കൂട്ടിയിട്ടിട്ട് പിന്നെ ആ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് വെളിച്ചം കാണുന്ന ഒരവസ്ഥയായിരിക്കും ഈ കുട്ടിക്ക്. ആ ഒരു 21ാമത്തെ വയസ്സിൽ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് എന്നോട് ഇവരിങ്ങനെ ചെയ്യുന്നത്, ഉമ്മയും വാപ്പയാണ്, പക്ഷെ കുട്ടിക്ക് വേദനിക്കുന്നുണ്ട് എന്നൊന്നും അവർക്ക് അതൊരു കൺസേൺ അല്ല. അപ്പം എന്തിനാണ് അടിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊന്നും ആൾക്ക് അറിയണില്ല. അപ്പൊ ഈ വാതിലിങ്ങനെ തുറന്നപ്പം ആളിങ്ങനെ കണ്ണിങ്ങനെ പകുതി വീഴ്ചിട്ട് പറയാണ് ഹായ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, അതായത് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. അതൊക്കെ ബഷീറിനല്ലാതെ ആ ഒരു ലാംഗ്വേജിൽ അത്ര മനോഹരമായിട്ട് എഴുതാൻ പറ്റൂല. വെളിച്ചം എന്ന് പറയുന്ന ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടത്തിയത് ഈ നിസാർ അഹമ്മദിന്റെ ഫാമിലിയുമാണ്. അങ്ങനെ ആയിട്ട് പിന്നെ ലാസ്റ്റ് സംഭവം എന്താ ഉണ്ടാവുക വെച്ചാൽ പിന്നെ ഇവരുടെ ഈ ഒരു പ്രപ്പോസലൊക്കെ വീട്ടിൽ അറിയുന്ന ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസല് ചോദിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കല്യാണം ഒരുവിധം ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും അവർക്കൊരു നെട്ടലായിരുന്നു. പക്ഷെ ഇവരുടെ കല്യാണം ഉറപ്പിക്കും. അങ്ങനെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഇവര് കിയാമത്ത് നാളിന്റെ അടയാളാണ് ശരിക്കും ഈ ഒരു ഫാമിലി. പിന്നെ അതുപോലെ അവര് കാഫിര്യങ്ങളാണ്, അവരായിട്ട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ നിസാർ അഹമ്മദിനെ കല്യാണം കഴിച്ചിട്ട് അവരിങ്ങനെ നടന്നു വരികയാണ്. അപ്പം നിസാർ അഹമ്മദ് അപ്പൊ ഇവള് സാരി എടുത്തിട്ടുണ്ടാവും കല്യാണത്തിന്. നല്ല കുഞ്ഞി പാത്തുമാനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സുന്ദരിയാണ്, അത്യാവശ്യം പൊക്കം, പിന്നെ ഒരു മറുകുണ്ട്. അപ്പൊ ഒരു കവിളിൽ ഒരു കറുപ്പ് മറുകുണ്ടായതുകൊണ്ട് തന്നെ അവള് വിചാരിക്കും അതെന്റെ ഒരു ഭാഗ്യം ഇല്ലാത്തതാണെന്ന്. പക്ഷെ പിന്നെയാണ് അറിയാ അതെന്റെ ഭാഗ്യത്തിന്റെ മറുകാണ്, നല്ല ഭംഗിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അവളുടെ ഏരിയയിലുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു കുഞ്ഞി പാത്തുമാനെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പം പിന്നെ ഇവര് ഈ ഒരു കുടിലേക്കൊക്കെ വന്നപ്പോ എല്ലാവർക്കും അതൊരു
ഒരു അതിശയം പോലെയുണ്ട്, പെട്ടെന്ന് എന്തോ ഉണ്ടായതുപോലെ. അപ്പൊ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറുക് ഭാഗ്യമറുകാണ്, മോളുടെ മറുക് ഭാഗ്യമറുകാന്ന് എപ്പോഴും ഉമ്മ പറയും. പക്ഷെ ഉമ്മ പിന്നെ പറയും, നിന്റെ ഈ ഒരു മറുക് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പം ഇവള് നല്ല സുന്ദരിയായിട്ട് കല്യാണമൊക്കെ ആയി, ഇവള് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ സാരിയും ബ്ലൗസും ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഫാമിലിക്ക് തന്നെ ഇവള് വിവാഹം കഴിച്ചിട്ട് നടന്നു വരികയാണ്. അപ്പം അതില് ഏറ്റവും കോട്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈന് നിസാർ അഹമ്മദ് ഇവളോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും കുനിഞ്ഞ് നടക്കരുത്, ഇസ്ലാമിലെ സ്ത്രീകൾ ഒരിക്കലും കുനിഞ്ഞ് നടക്കൂല, മുഖമൊക്കെ ഉയർത്തി ചിരിച്ച് നല്ല പ്രൗഢിയോട് കൂടിയിട്ട് നടക്കണം, അങ്ങനെയാണ് സ്ത്രീകള് നടക്കേണ്ടതെന്ന്. അങ്ങനെ ഇവരിങ്ങനെ നടന്നു വരുമ്പം എല്ലാവരും പറയാണ്, ബാക്കിയുള്ളവരൊക്കെ ചെറിയ കുട്ടികളൊക്കെ കളിയാക്കാണ്, എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പക്ഷെ ആ ആന വലിയ കൊമ്പനാനയല്ല, അതൊരു കുഴിയാനയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ കുഞ്ഞു താച്ചുമാക്ക് ഭയങ്കര വിഷമാവും. പക്ഷെ ഭയങ്കര വിഷമത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു കൊമ്പനാനല്ലായിരുന്നു, കുഴിയാനയാണെന്നുള്ള സത്യം ഇവര് മനസ്സിലാക്കും. പിന്നെ അവരുടെ ആ ഒരു ലൈഫ് ഒരു സ്നേഹത്തിന്റെ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളും, പിന്നെ ഇവർക്ക് അത്രയും ലൈഫ് സ്റ്റൈൽ ആയിട്ടുണ്ടെങ്കിൽ കുറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കരകയറ്റിയിട്ട് ഈ നിസാർ അഹമ്മദിന്റെ ഫാമിലി സ്നേഹം കൊണ്ട് ഇവരുടെ ഫാമിലിനെ കീഴ്പ്പെടുത്തും ലാസ്റ്റ് പറയുന്നത്. പിന്നെ ഇവര് നന്നായിട്ട് ജീവിക്കുന്നൊക്കെ. അപ്പം ഇതിലിപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന കുറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ബഷീർ ഊന്നി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയല്ല. നമ്മുടെ ഇസ്ലാം എന്ന മതം ലാസ്റ്റ് പറയുന്നുണ്ട്, ഇസ്ലാം എന്ന മതം സമാധാനത്തിന്റെ മതമാണ്, സ്ത്രീകൾക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്, എല്ലാ കാര്യത്തിലും ഫ്രീഡം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവര് എന്താ പറയാ, വിദ്യാഭ്യാസം, ഇതിൽ കുഞ്ഞിപ്പാത്തുമ്മ ഐഷ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞിപ്പാത്തുമ്മക്ക്, ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ അറിവുണ്ടാവണം, പഠിക്കണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഴുത്തും വായനയും പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവളോട് ചോദിക്കും. അപ്പൊ അവൾക്കൊന്നും തിരിച്ചു പറയാനുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളവരാണ്, നല്ല മനുഷ്യരാണ്, അറിവുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, പക, ക്രൂരത അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, സത്യസന്ധരായിരിക്കണം, സത്യസന്ധരായിട്ട് ജീവിക്കണം എന്നൊക്കെ ഐഷ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടക്ക് നിസാർ അഹമ്മദ് പറഞ്ഞിട്ട് ഐഷ കുഞ്ഞു പാത്തുമാക്ക് എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ആ ഒരു ക്യാരക്ടർ അവര് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ആ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സൊസൈറ്റിയിൽ ആരോ കൊണ്ടുവന്നത്, നമ്മുടെ മതത്തിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ എവിടുന്നൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ളവർ ഏതൊരു മതത്തിൽ, ഇപ്പൊ നമ്മുടെ മതത്തിലല്ല, ഏതൊരു മതത്തിലും പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു കാലം ബഷീർ വളരെ അതിമനോഹരമായിട്ട് നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഇപ്പൊ അടുത്ത് വരെ ഇപ്പോഴും നമുക്ക് ഇതുപോലെ ഷെയ്ത്താന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ഷെയ്ത്താന്, ജിന്ന്, പോക്കുവരവ്, അങ്ങനെയൊക്കെ. എനിക്ക് വിശ്വാസമില്ല, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരായിട്ട് ആരുമില്ല. എന്നാലും നമ്മുടെ ഇതിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ, നമ്മുടെ ഈ ഒരു മുസ്ലിം സൊസൈറ്റിയിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ അടുത്ത് തന്നെ റീസെന്റ് അല്ല, കുറച്ച് മുന്നേ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഏതോ ഒരു MLA എന്തോ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പെറ്റു പെരുകാൻ മാത്രമുള്ളവരാണ് മുസ്ലിം സ്ത്രീകൾ എന്ന്. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് SLC എക്സാമിൽ നമുക്ക് ഫുൾ A+ ഒക്കെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട്. അപ്പം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തതാണ്. അതൊരു മതത്തിൽ പെട്ടതല്ല, പക്ഷെ ഓരോരുത്തരായിട്ട് ക്രിയേറ്റ് ചെയ്ത. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓരോന്ന് 1 by 1 ആയിട്ട് ഇതിങ്ങനെ വായിച്ച്, എനിക്ക് ഇനിയും ഈ ബുക്കിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ സമയമില്ല. ഒരു അരമണിക്കൂറൊന്നും നമുക്ക് ഒരിക്കലും തികയില്ല ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് പറയാൻ. പിന്നെ കണ്ണാട്ടായിട്ട് സംസാരിക്കുന്നതും, പിന്നെ കുഞ്ഞിപ്പാത്തുമ്മ ഫസ്റ്റ് മുതൽ ആ ഒരു ലൈഫ് സ്റ്റൈലും അവൾ ഒരുങ്ങുന്ന കാര്യം, അവൾക്ക് സംസാരിക്കാൻ ഈ ഒരു ആശയദാരിദ്ര്യം നിലനിന്നപ്പോൾ സംസാരിക്കാൻ ആരുമില്ല. അപ്പൊ ഇങ്ങനെ സ്വയം ഒരു മോണോലോഗ് പോലെ സ്വയം സംസാരിക്കുന്നുണ്ട്, കണ്ണാടിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ആ ഒരു ലാംഗ്വേജ് ആണ് അതിൽ പറയുന്നത്. നല്ല രസമാണ്, നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ വരികൾക്കിടയിലൂടെ ഇങ്ങനെ വായിച്ചു പോകും. വസീമാണ് എനിക്കിത് അയച്ചു തന്നത്, PDF അയച്ചു തന്നത്. ഞാൻ ആ ഒറ്റ ഇരിപ്പിൽ തന്നെ കംപ്ലീറ്റ് വായിച്ചു, കാരണം കുറച്ചുള്ളൂ. പിന്നെ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും, അത് നിർത്തിയിട്ട് നമുക്ക് പോവാൻ തോന്നൂല. അത്രയും നല്ല രസമാണ് വായിക്കാൻ. ഇനിയിപ്പം വായിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതിന്റെ ഓഡിയോ ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. നമുക്ക് ഇതിലിപ്പോൾ കുറെ സ്കൂൾസ് ഒക്കെ ഇങ്ങനെ കുറെ കോളേജ് സ്റ്റുഡന്റ് ഒക്കെ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മാനായിട്ട് സംസാരിക്കുന്ന ഡയലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ അതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് പോലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കാണാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ബുക്കാണ്. ഇപ്പം ബഷീറിന്റെ ഫേമസ് ആയിട്ടുള്ള
നോവൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ 3 കൃതികളാണ് വരിക. അതിലൊന്ന് എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പിന്നെ പാത്തുമ്മയുടെ ആടും, പിന്നെ അതുപോലെ നമ്മുടെ സുഹറയും മജീദുള്ള പ്രേമലേഖനമാണ്. അപ്പം അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഒരിക്കലും നമുക്ക് വായിക്കാണ്ടിരിക്കരുത്, എന്തായാലും വായിക്കഞ്ഞി. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഇതിന് PDF ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല നോവലാണ്, ടൈം കിട്ടുമ്പോൾ എല്ലാവരും വായിക്കാം. താങ്ക് യു. താങ്ക് യു ഷാദിയ. അപ്പൊ ഷാദിയ ഇവിടെ നല്ല രീതിയിൽ തന്നെ ബുക്കിന്റെ റിവ്യൂ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ബുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ബുക്കില് ബഷീർ വളരെ രസകരമായിട്ടാണ് ഓരോ ഇൻസിഡൻസും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഷാദിയ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ടത്തെ മുസ്ലിം സമുദായത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അവരുടെ ചിന്താഗതികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഷാദിയ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ഷാദിയ. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഹുദയെ ക്ഷണിക്കുന്നു. ഹലോ, കേക്കണില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് ഹുദ. ആ, എല്ലാവർക്കും നമസ്കാരം. ഇന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ള കൃതി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും വായിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷെ കഥയൊക്കെ മറന്നുപോയിണ്ടായിരുന്നു. ഇപ്പൊ അത് ഓർമ്മയായി ഷാദിയ പറഞ്ഞപ്പോ. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞത്. നല്ല സിമ്പിളായിട്ട് കഥ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഷാദിയ, താങ്ക് യു. അടുത്തതായി ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഭാവനനെ ക്ഷണിക്കുന്നു. ഹായ് ഷാദിയ. നല്ല രസത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബഷീറിനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു, എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് ബഷീർ എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച്, ഇന്ന് ഞാനൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ യുവ എഴുത്തുകാരൊക്കെയാണ് ഇരുന്നുണ്ടായിരുന്നത്. ആ യുവ എഴുത്തുകാരുടെ ഇടയ്ക്കും ബഷീർ തന്നെയായിരുന്നു ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് വന്നത്. ആ പരിപാടി കാണാതിരുന്നതിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരും ബഷീറിനെയും SK പൊറ്റേക്കാടിനെയൊക്കെ തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം എടുത്തു പറഞ്ഞുകൊണ്ട്, എന്താ പറയാ, കാലത്തിന് മുമ്പേ ഒരു എഴുത്തുകാരൻ ജെൻഡറിനെ കുറിച്ചൊക്കെ ഇത്രയും മനോഹരമായിട്ട് എഴുതി എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ. ഇപ്പൊ ബഷീർ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന, ഏത് കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എൻ്റെ ഉപ്പൂപ്പക്കാരാനണ്ട ശരിക്കും അതില് ഷാദിയ പറഞ്ഞ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനെങ്ങനെയൊക്കെ മാറ്റണം എന്നൊക്കെ ബഷീർ പറഞ്ഞിട്ടുണ്ട്. അതിൽ എപ്പോഴും പറയുന്നത് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലേ, നമുക്ക് ഇല്ലാത്തൊരു പ്രൗഢി അതിനെ നമ്മൾ പൊക്കി പിടിക്കുകയാണ്. നമുക്ക് കുറെ കുറവുകൾ ഉണ്ടാവും. ആ കുറവുകളെ പലതിന്റെയും പേരിൽ നമുക്ക് ഇല്ലാത്ത സംഭവങ്ങളെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാത്ത കുറെ പഴയ കാര്യങ്ങളെ പൊക്കി കാണിക്കും. അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. എപ്പോഴും പഴയത് ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് എന്നാൽ നമുക്കൊറ്റൊന്നും അറിയുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അതിനെ ശരിക്കും ബഷീറിന്റെ മിക്ക കഥകളിലും അങ്ങനത്തെ കളിയാക്കലുകൾ നല്ലോണം ഉണ്ടായിരിക്കും. അതൊക്കെ വളരെ ശരിക്കും ഷാദി പറഞ്ഞപ്പോ മറന്നുപോയ കുറെ കഥകൾ, ബഷീറിന്റെ അതിലുള്ള കഥകളൊക്കെ ഓർമ്മ വരികയായിരുന്നു. ബഷീറിന്റെ ആ ഒരു ശൈലി, കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ എന്നിരുന്നാലും കുറെയൊക്കെ എന്താ പറയാ, പറഞ്ഞതില് ഒരുപാട് വാഗ്വാദങ്ങൾക്കുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഷാദി അവതരിപ്പിച്ചാലൊക്കെ. പക്ഷെ ഈ ഒരു പുസ്തകം എൻ്റെ ഉപ്പക്കാരാന ഉണ്ടായിരുന്നു മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചു പോയത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നല്ല രസത്തിൽ തന്നെയായിരുന്നു പോയത്. താങ്ക് യു ഷാദി. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു. താങ്ക് യു. കേട്ടിട്ടുണ്ട്. എന്തായാലും ഷാദിയ, ഞാൻ ഇതേപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചൊരു കഥയാണ്. എന്തായാലും വീണ്ടും അതൊക്കെ മനസ്സിലേക്ക് വന്ന് എന്തായാലും വളരെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഷാദിയ. താങ്ക് യു. താങ്ക് യു മിസ്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ. അപ്പോൾ ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഷാദിയ, നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞു തന്നതിന്. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു.